ഹായ്, നമസ്കാരം. ഇതെവിടാണെന്ന് അറിയാമോ? ആ തുരുമ്പടിച്ച കടൽപ്പാലങ്ങളുടെ ആ കുറ്റി കണ്ടാൽ തന്നെ അറിയാം, മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം ആലപ്പുഴയില. അങ്ങനെ ക്രിസ്മസിനോടും അനുബന്ധിച്ചും അതുപോലെ തന്നെ പുതുവത്സരത്തിനെ വരവേൽക്കുവാൻ വേണ്ടി നമ്മുടെ ബീച്ച് അങ്ങനെ ഒരുങ്ങി നിന്നതാണ് കേട്ടോ. പല തരത്തിലുള്ള ആക്ടിവിറ്റികളാണ്. ഇത് വെള്ളത്തിലൂടെ പോകുന്ന ഒരു ബൈക്കാണ്. ബീച്ച് കാർണിവലിൻ്റെ ഭാഗമായി എത്തിയതാണ് കേട്ടോ. അതിനെന്തോ കംപ്ലൈൻറ്റ് പറ്റിയതിന് ശേഷം കരക്കിൽ കയറ്റിയതാണ്. പക്ഷിയെപ്പോലെ ഒരാളങ്ങനെ ആ നേരത്ത് മുകളിലൂടെ പറന്നു പോകുന്നു. പാരാഗ്ലൈഡിങ്ങും ഉണ്ട്. ആലപ്പുഴ ബീച്ചിനെ മനോഹരമാക്കിക്കൊണ്ട് മേഘങ്ങളെ തൊട്ട് തലോടിക്കൊണ്ട് അവരങ്ങനെ ആഘോഷിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ചേട്ടൻ കംപ്ലൈൻറ്റ് എന്താണെന്നറിയാതെ നോക്കുകയാണ് ആ സ്കൂട്ടർ. കുതിരകളുമുണ്ട്, കണ്ടില്ലേ? ബീച്ച് കാർണിവൽ മനോഹരമാക്കാൻ ഇത് ആ പാരാഗ്ലൈഡിങ്ങിൻ്റെ പാരച്യൂട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് ആഘോഷിക്കാൻ ഈ ഒരു വാഹനവും ഉണ്ട്. ഒരു കസ്റ്റമറുമായിട്ട് മുകളിലേക്ക് പറന്നുയരാൻ പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എത്ര മനോഹരമാണല്ലേ! ഏകദേശം 10 മിനിറ്റ് നേരമാണ് ഈ പാരാഗ്ലൈഡിങ് ആകാശത്ത് കസ്റ്റമറേയും കൊണ്ട് പറക്കുന്നത്. അവർ ഈടാക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4500 രൂപയാണ് 10 മിനിറ്റ് നേരത്തേക്ക്. വീഡിയോ എടുക്കുന്നതിന് എക്സ്ട്രാ ചാർജും അവർ ഈടാക്കുന്നുണ്ട്. ഏകദേശം 400 മുതൽ 500 അടി ഉയരത്തിലാണ് ഇവർ ആകാശ കാഴ്ചകളുമായി കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നത്. ആ കസ്റ്റമറുമായി അവർ തിരിച്ചിറങ്ങുന്ന ആ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങളെല്ലാവരും വരികയല്ലേ ഈ ആലപ്പുഴയിലെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുവാൻ വേണ്ടി? കൂടുതലും ആന്ധ്രയിൽ നിന്നുള്ള ആളുകളെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ. ക്രിസ്മസും പുതുവത്സരവുമൊക്കെ കഴിഞ്ഞതിന് ശേഷവും ധാരാളം ആളുകൾ ഈ കാഴ്ചകളെല്ലാം കാണുവാൻ ബീച്ചിലേക്ക് എത്തുന്നുണ്ട്. ഇത് ബലൂൺ പൊട്ടിക്കൽ മത്സരമാണ്, എയർ ഗൺ ഉപയോഗിച്ച്. ആ ഒരു ചേട്ടന് നല്ല ഉന്നമുണ്ട് എന്ന് തോന്നുന്നു. കണ്ടില്ലേ, കൃത്യമായി തന്നെ കൊള്ളിച്ചിരിക്കുന്നു. ധാരാളം ആക്ടിവിറ്റീസ് ഈ ബീച്ച് കാർണിവലിനോടനുബന്ധിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ധാരാളം ആളുകളും വരുന്നുണ്ട്, കണ്ടില്ലേ? കുട്ടികളും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് തരത്തിലുള്ള ഗെയിമുകളും ഈ ബീച്ച് കാർണിവലിനോട് അനുബന്ധിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ആൾക്കുരങ്ങാണ്. ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിലാണ് ഈ ഒരു കാഴ്ച. മനോഹരമായ മറ്റൊരു കാഴ്ച. എത്ര മനോഹരമായിട്ടാണ് അതവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? ധാരാളം ആളുകൾ ഫോട്ടോ എടുക്കുവാനും അതിൻ്റെ മുൻപിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ന്യൂസ് ഇടം നേടിയ ആ ഒരു താരവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുവാൻ ഇനി നമ്മൾക്ക് ഉയരങ്ങളിൽ പോവുകയും മേഘങ്ങളെ തൊട്ട് തലോടിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഈ ഒരു ക്രെയിനിലാണ് അത് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. സന്ധ്യയായിരിക്കുന്നു. അടുത്ത കസ്റ്റമറുമായി അവർ അങ്ങനെ മുകളിലേക്ക് ഉയരുകയാണ്. തൊട്ടടുത്തായിട്ട് നമ്മുടെ ചന്ദ്രൻ ചേട്ടനും ഉണ്ട്.
സന്ധ്യയായതോടുകൂടി ധാരാളം ആളുകൾ ഈ ബീച്ച് കാർണിവൽ കാണുവാനായി ഒഴുകിയെത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, പാർക്കിങ്ങിനോ മറ്റുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് തന്നെയാണ്. ഇത്രയും ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സ്ഥല സൗകര്യവുമുള്ള മറ്റൊരു ബീച്ച് എവിടെയാണുള്ളത്? എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ മനോഹരമായി തന്നെ ഒരുക്കിക്കൊണ്ട് ആളുകളെ കൂടുതലായി ഇങ്ങോട്ട് ആകർഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്. അതിൻ്റെ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഞാൻ ഒപ്പിയെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ ആലപ്പുഴയുടെ ആ ബീച്ച്. സന്ധ്യയായതോടുകൂടി ധാരാളം ആളുകൾ ഈ ബീച്ചിലേക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുവാനും പിന്നെ ഗെയിമുകളിലൊക്കെ ഒന്ന് പങ്കെടുക്കുവാനും വേണ്ടി ഒഴുകിയെത്തുന്നുണ്ട്. ഇതാ അവർ അങ്ങനെ മുകളിലെത്തിയിരിക്കുന്നു. കണ്ടില്ലേ സന്ധ്യയായതോടുകൂടി ആ ഒരു ജനത്തിരക്ക് കൂടി വരുന്നത്. ഗെയിമുകൾ മാത്രമല്ല, വിവിധ തരത്തിലുള്ള ഫുഡുകളും ആളുകളെ കൂടുതലായിട്ട് ഈ ബീച്ച് കാർണിവൽ കാണുവാൻ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം.